IBPS എന്ന് പറയുമ്പോൾ അതില് നമ്മുടെ 12 നാഷണലൈസ്ഡ് ബാങ്ക്സ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. ഓക്കെ, ഈ IBPS പരീക്ഷകൾ നടത്തുക 2 സ്റ്റേജസിലായിട്ടായിരിക്കും. ഒന്ന് ക്ലർക്കിന് വേണ്ടിയിട്ടും 2 പ്രൊബേഷണറി ഓഫീസറിന് വേണ്ടിയിട്ടുമാണ്. ഓക്കെ, ഈ ക്ലർക്കിനെ തന്നെയാണ് നമ്മൾ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം യു ഓൾ ടു എൻട്രി ബാങ്കിങ്. സോ ബാങ്ക് എക്സാംസിനെ കുറിച്ചിട്ടുള്ള റൈറ്റ് അപ്ഡേറ്റ്സ് റൈറ്റ് ടൈമിൽ ആൻഡ് റൈറ്റ് അഡ്വൈസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചാനലാണ് എൻട്രി ബാങ്കിങ് എന്ന് പറയുന്നത്. സോ നിങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബാങ്ക് എക്സാംസ് എയിം ചെയ്യുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഈ ചാനൽ സജസ്റ്റ് ചെയ്യുക. കാരണം ഒരുപാട് ഗുഡ് ക്വാളിറ്റി കോണ്ടന്റ്സ് ആൻഡ് എക്സാം റിലേറ്റഡ് അപ്ഡേറ്റ്സ്, റിസൾട്ട്സ്, അതും കോഴ്സസ് തന്നെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സ് എല്ലാം നമ്മുടെ ചാനലിൽ തന്നെയായിരിക്കും ആദ്യം അറിയാൻ സാധിക്കുക. സോ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ എത്തിക്കേണ്ട അടുത്ത് തന്നെ എത്തിക്കാൻ നോക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IBPSനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഈ 2024 വർഷം നിങ്ങളുടെ മുൻപിലേക്ക് വരാനിരിക്കുന്ന ഗ്രേറ്റ് ബഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ആദ്യം തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫ്രം ദ കലണ്ടർ ആണ്. ഇവിടെ നിങ്ങൾക്ക് കലണ്ടർ കാണാൻ സാധിക്കും. ഇത് IBPSന്റെ കലണ്ടറാണ്. IBPS എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. ബാങ്ക് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ് IBPS എന്ന് പറയുന്നത്. IBPS എന്ന് പറയുമ്പോൾ അതില് നമ്മുടെ 12 നാഷണലൈസ്ഡ് ബാങ്ക്സ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. ഓക്കെ, നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് ലൈക്ക് യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ഇങ്ങനെയുള്ള ബാങ്കുകളിലേക്ക് ഒക്കെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു ബോഡിയാണ്, പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന ബോഡിയാണ് IBPS എന്ന് പറയുന്നത്. ഓക്കെ, നാഷണലൈസ്ഡ് ബാങ്കുകൾ മാത്രമല്ല, റീജിയണൽ റൂറൽ ബാങ്ക് ലൈക്ക് നമ്മുടെ കേരളത്തിലാണെങ്കിൽ അത് കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. ഓക്കെ, അങ്ങനെയുള്ള റീജിയണൽ റൂറൽ ബാങ്ക്സ് അക്രോസ് ഇന്ത്യയിലേക്കും റിക്രൂട്ട്മെന്റ് നടത്തുന്നത് RRBs. അതാണ് റീജിയണൽ റിക്രൂട്ട്മെന്റ് ബാങ്കിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നതും IBPS ആണ്. ഓക്കെ, ഈ IBPS പരീക്ഷകൾ നടത്തുക 2 സ്റ്റേജസിലായിട്ടായിരിക്കും. ഒന്ന് ക്ലർക്കിന് വേണ്ടിയിട്ടും 2 പ്രൊബേഷണറി ഓഫീസറിന് വേണ്ടിയിട്ടുമാണ്. ഓക്കെ, ഈ ക്ലർക്കിനെ തന്നെയാണ് നമ്മൾ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. പ്രൊബേഷണറി ഓഫീസർ എന്ന് പറയുമ്പോൾ ഒരു മാനേജീരിയൽ ലെവൽ ഓഫ് പോസ്റ്റ് ആണ്. ഇങ്ങനെ 2ആയിട്ടാണ് പരീക്ഷകൾ നടക്കുക. ഒന്ന് ക്ലറിക്കൽ ലെവൽ ആൻഡ് അതർ ഇസ് ഓഫീസർ ലെവൽ. ഓക്കെ, ഇതിന്റെ 2ന്റെയും വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആണ്. ഏത് സ്ട്രീമിൽ നിങ്ങൾ പഠിച്ചവരായിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BTech ആയിക്കോട്ടെ, MBA ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, BA ലിറ്ററേച്ചർ, വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങൾ ഗ്രാജുവേഷൻ പാസ് ആയിരിക്കണം. അത് മാത്രമാണ് ക്രൈറ്റീരിയ മിക്ക എക്സാമിനേഷൻസിനും ബാങ്ക് എക്സാംസിനും വരുന്നത്. ഓക്കെ, ക്ലർക്ക് എക്സാം പ്രൊബേഷണറി ലെവൽ എക്സാമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഈസി ടു മോഡറേറ്റ് ലെവലിലായിരിക്കും നടക്കുക. ഓഫീസർ ലെവൽ എക്സാം ആകുമ്പോൾ ഒബ്വിയസ്ലി അതിന്റെ ലെവൽ കുറച്ച് കൂടുതലായിരിക്കും, മോഡറേറ്റ് ടു ഹൈ ലെവലിലായിരിക്കും നടക്കുക. സോ ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് IBPSനെ കുറിച്ചിട്ടാണ്. IBPS അല്ലാതെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാനുണ്ട്. അത് ഞാൻ നമ്മുടെ വീഡിയോ മുൻപോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ലിസ്റ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഈസ് IBPS. IBPSന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീജിയണൽ റൂറൽ ബാങ്കിലേക്ക് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത് IBPS ആണ്. സോ IBPS ഓഫീസ് അസിസ്റ്റന്റും IBPS പ്രൊബേഷണറി ഓഫീസറും ഉണ്ട്. ഓക്കെ, ആൻഡ് IBPS RRB ഓഫീസർ സ്കെയിൽ 2 and 3 ഉണ്ട്. ഈ പരീക്ഷകളാണ്, അതായത് റീജിയണൽ റൂറൽ ബാങ്ക്സിന്റെ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ മുൻപിലേക്ക് ആദ്യം വരാൻ പോകുന്നത്. ഓക്കെ, അത് ഏകദേശം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ആ ഒരു ടൈം, ഈ ഒരു സമയത്ത് നോട്ടിഫിക്കേഷൻ പീരീഡ് ആയിരിക്കും ഇതിന്റെ എല്ലാത്തിന്റെയും തന്നെ. പരീക്ഷ അതാണ് നിങ്ങൾ ആദ്യമേ മൈൻഡിൽ കീപ്പ് ചെയ്തിടേണ്ട ഒരു കാര്യം, മൈൻഡിൽ ഫിക്സ് ചെയ്തിടേണ്ട കാര്യം. എക്സാം എന്നതാണ്, ആ ഒരു ഡേറ്റ് ആണ്. തുടക്കം തന്നെ ഓഗസ്റ്റിലാണ്. ഓക്കെ, എല്ലാ ബാങ്ക് എക്സാംസും എന്ന് പറയാൻ സാധിക്കും. ബാങ്ക് എക്സാംസിന്റെ സീസൺ അല്ലെങ്കിൽ ബാങ്ക് എക്സാംസ് തുടങ്ങുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഓഗസ്റ്റ് മന്ത് എന്ന് പറയുന്നത് 2024 ഓഗസ്റ്റ് ഫുള്ളി ഷെഡ്യൂൾഡ് ആണ്. ഓഗസ്റ്റിലെ എല്ലാ വീക്കെൻഡ്സിലും പരീക്ഷകൾ ഫുള്ളി പാക്ഡ് ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അതില് റീജിയണൽ റൂറൽ ബാങ്കിന്റെ പരീക്ഷകൾ നമുക്ക് നോക്കാം. റീജിയണൽ റൂറൽ ബാങ്കിന്റെ ഓഫീസ് അസിസ്റ്റന്റിന്റെയും ഓഫീസറുടെയും പ്രിലിംസ് നടക്കുന്ന ഡേറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓഫീസ് അസിസ്റ്റന്റിന്റെ 3, 4, 10, 17 ഓഗസ്റ്റ് ഡേറ്റുകളിലായിട്ടായിരിക്കും പ്രിലിംസ് നടക്കുക. അതുപോലെ തന്നെ ഓഫീസർ സ്കെയിൽ 1ന്റെ ഓഗസ്റ്റ് 18-നാണ്. ഓഫീസർ സ്കെയിൽ 2 and 3യുടെ പരീക്ഷ നടക്കുന്നത് സെപ്റ്റംബർ 29-നാണ്. ഈ ഓഫീസർ സ്കെയിൽ 2 and 3 എന്ന് പറയുന്നത് SO അല്ലെങ്കിൽ IT ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള IT ഓഫീസേഴ്സ് അങ്ങനെയാണ്. നമ്മൾ കൂടുതൽ കാൻഡിഡേറ്റ്സ് എഴുതുക ജനറൽ ആണ്, ജനറലിസ്റ്റ് റോൾ ആണ്, അതായത് ഓഫീസർ സ്കെയിൽ 1 ആണ്.
അതായത് IBPS RRB PO ആ പരീക്ഷയാണ്. ഓക്കെ, അത് നടക്കുക എപ്പോഴാണ്? ഓഗസ്റ്റ് 18-നാണ്. ഇനി ഇതിന്റെ മെയിൻസ് പരീക്ഷ നടക്കുന്ന നമുക്ക് നോക്കാം. ഓഫീസറുടെ മെയിൻസ് സെപ്റ്റംബർ 29-നും ക്ലർക്കിന്റെ മെയിൻസ് ഒക്ടോബർ 10-നുമാണ്. ഓക്കെ, അതവിടെ കഴിഞ്ഞു. IBPS RRBയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. ഇനി IBPS POയും IBPS ക്ലർക്കും നോക്കാം. ഓക്കെ, അതായത് നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ്. റീജിയണൽ റൂറൽ ബാങ്ക് വി ഓൾറെഡി ഡിസ്കസ്ഡ് ഇറ്റ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു നാഷണലൈസ്ഡ് ബാങ്ക്, അതായത് IBPS PO ആൻഡ് ക്ലർക്ക്. അതിൽ IBPSന്റെ POയുടെ പ്രിലിംസ് നടക്കുക ഒക്ടോബർ 19, ഒക്ടോബർ 20 ഓക്കെ, ക്ലർക്കിന്റെ പരീക്ഷകൾ അത് ശ്രദ്ധിക്കുക. ക്ലർക്കിന്റെ എല്ലാം ഷെഡ്യൂൾഡ് ആയിരിക്കുന്നത് ഓഗസ്റ്റിൽ തന്നെയാണ്. ഓഗസ്റ്റ് 24, 25, 31 ഡേറ്റിലായിട്ടാണ് ക്ലർക്കിന്റെ പരീക്ഷ നടക്കുക. IBPS ക്ലർക്കിന്റെ പ്രിലിംസ് നടക്കുക. ഓക്കെ, ക്ലർക്കിന്റെ മെയിൻ പരീക്ഷ ഒക്ടോബർ 13-നും POയുടെ മെയിൻ പരീക്ഷ നവംബർ 13-നുമാണ്. ഓക്കെ, SO എക്സാംസ് നടക്കുക, പ്രിലിംസ് നടക്കുക നവംബർ 9 ആൻഡ് മെയിൻസ് നടക്കുക ഡിസംബർ 14. സോ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ കലണ്ടറിൽ നിന്നും ഓഗസ്റ്റ് മന്ത് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ? ഓഗസ്റ്റ് മന്തിൽ ഒരുപാട് പരീക്ഷകൾ നടക്കുന്നുണ്ട്. ഓഗസ്റ്റിലെ എല്ലാ വീക്കെൻഡ്സിലും എക്സാമിനേഷൻ തന്നെയാണ്. ആൻഡ് ഒക്ടോബർ അതുപോലെ തന്നെ നവംബർ മാസത്തിലായിട്ട് മെയിൻസ് പരീക്ഷകൾ കയറി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിലിംസ് പരീക്ഷകളും കയറി വരുന്നുണ്ട്. സോ ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ ഈസ് ടൈറ്റ്ലി പാക്ഡ്. ഓഗസ്റ്റിൽ പ്രിലിംസ് ആണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ ഇത്രയും മാസം ഫുള്ളി പാക്ഡ് ആണ്. ഇതിനോടൊപ്പം തന്നെ SBI ക്ലർക്ക് വരാനുണ്ട്, SBI PO ഉണ്ട്, അതോടൊപ്പം മറ്റ് ഇൻഷുറൻസ് ആൻഡ് ബാങ്ക് എക്സാമിനേഷൻസും ഉണ്ട്. എല്ലാം കൂടെ നമ്മൾ എന്താ പറയുക, അപ്രോക്സിമേറ്റ് പറയുകയാണെങ്കിൽ 50,000 വേക്കൻസീസ് ആണ് നിങ്ങളുടെ മുൻപിലേക്ക് വരാനിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കരുതും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നായിരിക്കും നിങ്ങളുടെ ഒരു തിങ്കിങ് മെന്റാലിറ്റി. ബട്ട് അത് വർക്കൗട്ട് ആകാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ, എത്ര നേരത്തെ തുടങ്ങുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അത്രയും സിലബസ് കവർ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് ബാങ്ക് എക്സാമിനേഷൻസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സിലബസ് അത്ര വലിയ സിലബസ് ഒന്നുമല്ല. വളരെ കുറച്ച് വിഷയങ്ങളും ഭയങ്കര ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള സിലബസുമാണ്. അത് വിതിൻ ഒരു 2-3 months കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതിനപ്പുറത്തായിട്ട് ഷോർട്ട് ട്രിക്ക് മെത്തേഡ്സ് പഠിക്കുക, അഡ്വാൻസ്ഡ് പോർഷൻസ് പഠിക്കുക, കറണ്ട് അഫയേഴ്സ് പഠിക്കുക ആൻഡ് പ്രാക്ടീസ് ഇസ് ദ കീ. അതിൽ ഒരു 75% മോക്ക് ടെസ്റ്റ് ആൻഡ് പ്രാക്ടീസ് ആണ് വരുന്നത്. നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. നല്ലോണം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ബേസ് സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾ നല്ല ഫൗണ്ടേഷൻ ഇടണം. ആ ഫൗണ്ടേഷൻ തൊട്ട് സിമ്പിൾ, മോഡറേറ്റ് ആൻഡ് അഡ്വാൻസിലേക്ക് നിങ്ങൾ പതിയെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് സിലബസ് കവറിങ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അത് നല്ല രീതിയിൽ ബിൽഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും പിന്നീട് ഈ പ്രാക്ടീസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്ത് എക്സാം ക്ലിയർ ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുന്നത്. ഓക്കെ, സോ ആ പ്രാക്ടീസ് വേണം എന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പേഴ്സണിന്റെ ആവശ്യം വരുന്നത്. അവിടെയാണ് എൻട്രി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഫാക്കൽറ്റീസ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്സ് ആണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ട്രഡീഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്താൽ നമുക്കങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീരാൻ പറ്റണം എന്നില്ല. ലൈക്ക് ഈ ഒരു എക്സാം, ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാംസ് എന്ന് പറയുമ്പോൾ സ്പീഡ് ആൻഡ് ആക്യുറസി ഡിമാൻഡ് ചെയ്യുന്ന എക്സാംസ് തന്നെയാണ്. സോ ലിമിറ്റഡ് ടൈമിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് കയറുകയാണ് വേണ്ടത്. ഓക്കെ, സോ അങ്ങനെ നിങ്ങളെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ക്ലാസ്സസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് എസ്പെഷ്യലി നമുക്ക് കാണാൻ സാധിക്കും ലാസ്റ്റ് നമുക്ക് ഉണ്ടായിട്ടുള്ള റിസൾട്ടിൽ നിന്നും തന്നെ അത് എവിഡൻ്റ് ആണ്. ഓക്കെ, നമുക്ക് അത്രയും റിസൾട്ട്സ് ആണ് എല്ലാ ബാങ്ക് എക്സാമിനേഷൻസിൽ നിന്നും എൻട്രി കൊണ്ടുവന്നിട്ടുള്ളത്. സോ സ്റ്റാർട്ട് ഫ്രം നൗ. നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രോളിലൂടെ പോകുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അതിൽ വിളിച്ച് ചോദിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോം ഫില്ല് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫേഴ്സിനെ കുറിച്ചിട്ടും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോള് നിങ്ങളെ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് അങ്ങോട്ട് കണക്ട് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി ഇത്രയധികം എക്സാമിനേഷൻസ് വരാനിരിക്കുമ്പോൾ യു ക്യാൻ സീ ഹിയർ ദാറ്റ് IDBIയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഔട്ടാണ്, NACL അസിസ്റ്റന്റ് ഔട്ടാണ്, എയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, NACL, SBI ക്ലർക്ക്, PO, RBI, ഫെഡറൽ, കർണാടക, LIC, സൗത്ത് ഇന്ത്യൻ ആൻഡ് ഇതെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, IBPS എക്സാംസ്, SBI എക്സാംസ് ഇതൊക്കെ വരാനിരിക്കുകയാണ്. ഓക്കെ, സോ നെവർ മിസ് ദോസ് ഓപ്പർച്യൂണിറ്റീസ്. മെയിൻലി ഞാൻ പറഞ്ഞ സബ്ജക്റ്റുകൾ ഇത്ര മാത്രമാണുള്ളത്: റീസണിങ്, ക്വാൻസ്, ഇംഗ്ലീഷ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഡിസംബർ മന്തിലെ ക്യാപ്സുൽ ഔട്ട് ആയിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ദാറ്റ് ഫ്രം ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ആ ഒരു ഡിസംബർ കറണ്ട് അഫയേഴ്സ് ആൻഡ് ബാങ്കിങ് അഫയേഴ്സിന്റെ മൊഡ്യൂൾ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മന്ത്ലി ബേസിലാണെങ്കിലും കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകേണ്ടത്. ഓക്കെ, കൂടുതൽ ക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഓഫേഴ്സിനെ കുറിച്ച് അറിയാനും ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ കോഴ്സുകൾ ഗ്രാബ് ചെയ്യാനും യു ക്യാൻ കോൾ അറ്റ് ദിസ് നമ്പർ. ഓക്കെ, സോ നെവർ മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുൻപോട്ട് വരാൻ ശ്രമിക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.